അസ്സലാമു അലൈക്കും. എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി സെൻ വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ബ്രെഡ് മഞ്ചൂരിയൻ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനു മുൻപ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. വീഡിയോ കണ്ട ശേഷം ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി നമുക്കതിലേക്ക് വേണ്ട സാധനങ്ങളാണ് നോക്കുന്നത്. കാബേജ് വളരെ പൊടിയായി അരിഞ്ഞത് വേണം നമുക്ക്. അത് നമ്മുടെ ക്വാണ്ടിറ്റി എത്രയുണ്ടോ, നമുക്ക് എത്ര കൂടുതൽ വേണം എന്നുള്ളതിനനുസരിച്ച് നമ്മൾ എടുക്കണം. ഇനി വേണ്ടത് ബ്രെഡ് നമ്മൾ മിക്സിയിൽ പൊടിച്ചെടുക്കണം. വെളുത്തുള്ളി ഇഞ്ചി ചതച്ചെടുക്കണം. ക്യാരറ്റ് പൊടിയായി അരിഞ്ഞെടുക്കണം. ഇനി എല്ലാം കൂടെ നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇടാം. ആദ്യം ബ്രെഡ് പൊടി, കാബേജ് പൊടിയായി അരിഞ്ഞത്, ക്യാരറ്റ് പൊടിയായി അരിഞ്ഞത്, ശേഷം നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, മുളക് പൊടി, ഉപ്പ്, കോൺഫ്ലവർ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ മാവ് എത്രത്തോളം ടൈറ്റ് ആവണം എന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾ കുറേശ്ശെ ജോയിൻ്റ് ചെയ്തിട്ട് ഇത് നന്നായി കുഴച്ച് ജോയിൻ്റ് ആക്കുക. ഈ പരുവത്തിൽ നമ്മൾ മാവ് ആക്കിയെടുക്കണം. ഇനി നമുക്ക് അതിനെ ചെറിയ ഉരുളകളാക്കി മാറ്റണം. നല്ല ബോൾ ഷേപ്പിലാക്കിയിട്ട് നമ്മൾ ഉരുളകളാക്കി മാറ്റണം. വളരെ കുഞ്ഞായ ഉരുളകളാക്കിയെടുത്താലും കുറച്ച് വലിപ്പമുള്ള ഉരുളകളാക്കിയെടുത്താലും കുഴപ്പമില്ല. ചെറിയ ഉരുളകളാണ് ഏറ്റവും ഭംഗിയും ടേസ്റ്റും. എന്നിട്ട് നമുക്കിതിനെ എണ്ണയിലേക്കിട്ട് പൊരിച്ചെടുക്കാം. നന്നായി മൂത്ത് കളറ് മാറിയതിന് ശേഷം നമ്മളിതിനെ കോരിയെടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഇതിന് ഉള്ളൊന്നും വെന്തിട്ടുണ്ടാവില്ല. നല്ല ക്രിസ്പി ആയിട്ട് വരും. ഇത് കുറച്ച് സമയം എടുത്ത് വേവണം. ഒരു ഗോൾഡൻ കളർ ആകുന്നത് വരെ നമ്മൾ വറുത്തെടുക്കുക. ശേഷം നമുക്ക് ഈ കളറായി വന്നാൽ നമുക്ക് കോരിയെടുക്കാം. ഇത് ഇങ്ങനെയും ചായയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമ്മളെല്ലാം കോരിയെടുത്ത് നല്ല ക്രിസ്പിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് ഓയിൽ ഒഴിക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച വെളുത്തുള്ളി പേസ്റ്റ് കുറച്ചിട്ട് കൊടുക്കുക. പച്ചമുളക്, കുറച്ച് സബോള അരിഞ്ഞതിട്ട് കൊടുക്കുക. ഇനി ഇത് നന്നായി ഒന്ന് മൂത്ത് വരണം. നമുക്ക് ഇതിലേക്ക് ക്യാപ്സിക്കം ഒക്കെ ഇട്ട് കൊടുക്കുന്നത് ബെറ്റർ ആയിരിക്കും. എൻ്റെ കയ്യിൽ ക്യാപ്സിക്കം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല. ഇനി കുറച്ച് തക്കാളി പേസ്റ്റ് ഒഴിച്ച് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യുക. ക്യാപ്സിക്കം കയ്യിലുള്ളവർക്ക് അതിൻ്റെ കൂടെ ക്യാപ്സിക്കവും ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് സോസ് ഒഴിച്ച് കൊടുക്കാം. ചില്ലി സോസാണ് ഞാൻ ഒഴിക്കുന്നത്. ഇനി നമുക്ക് പൊരിച്ച് വെച്ച ഉരുളകൾ അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരല്പം കോൺഫ്ലവർ കലക്കി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അത് വേവുമ്പോൾ നല്ല കുറുകി തിക്കായി വരും. ഇപ്പം നന്നായി പാകമായിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇത് വിളമ്പിയെടുക്കാം. വീഡിയോയിൽ ഇതിൻ്റെ ഒറിജിനൽ കളർ എനിക്ക് കാണിക്കാൻ പറ്റാത്തത് ഇവിടെ കിച്ചണിൽ അല്പം ലൈറ്റ് കുറവാണ്. ടേസ്റ്റിയായ ഈ വിഭവം നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. വീഡിയോ കണ്ട ശേഷം ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക. എല്ലാവരുടെ സപ്പോർട്ടും എൻ്റെ കൂടെ ഉണ്ടാവണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് വീണ്ടും കാണുന്നത് വരെ താങ്ക് യു.